ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കട്ടെ, ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുറ്റം ഒന്ന് വൃത്തിയാക്കട്ടെ. വലിയ മേക്ക് ഓവറൊന്നും അല്ല, മുറ്റം ജസ്റ്റ് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈടെയായിട്ട് നല്ല മഴയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ അവസ്ഥ. അത് നമ്മൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പെയ്തുകൊണ്ടാണ്. മഴക്കാലമായി തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കണം. പക്ഷേ ഈ വേനൽക്കാലമായിട്ട് നമുക്ക് വല്ലാണ്ട് ഇങ്ങനെ ഈ വള്ളിച്ചെടികളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് നമുക്ക് അതും ഒരു പണി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് മഴ നിന്നുകൊണ്ട് ഇത് വീണ്ടും പടർന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തിരുമണ കല്ലിൻ്റെ അവിടെ താനെ വന്ന ചെടിയാട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. തന്നെ വന്നതാണ് പൂവിട്ടിട്ട്. അപ്പം ഞാനത് എന്ത് ചെയ്തു, അവിടെ നിന്ന് പറിച്ചിട്ട് ഇവിടെ കൊടുന്ന് നട്ടു. ഒന്ന് പരീക്ഷിച്ച് നോക്കാനാണ്, ഇത് എത്ര ദിവസം ഇവിടെ നിൽക്കുന്നു നോക്കണം. വേറെ ഒന്നല്ല, വെയിൽ കാരണം ഇവിടെ എന്ത് നട്ടാലും ഉണങ്ങി നാശമായി പൂവുള്ളൂ. പക്ഷെ ബാക്കിലേക്ക് വെയിലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയിൽ നിന്നതായിരുന്നു. പക്ഷെ തിരുമണ കല്ലിൻ്റെ അപ്പുറത്താണ് നിൽക്കണത്. അപ്പോൾ ഒരു മൊന്ത ഫീൽ ചെയ്യും. എനിക്ക് പേടിയാണ്ടൊന്ന് തിരുമ്പുമ്പോൾ വല്ല പാമ്പ് എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാനുണ്ടല്ലോ, ഞാൻ എൻ്റെ വഴിക്ക് തന്നെ കിച്ചണിലൊന്നും കയറിയില്ല കേട്ടെന്ന്. ഞാനൊരു 7 മണിയാകുമ്പോൾ നീച്ച് വന്നിട്ട് ബാക്കിൽ ഉള്ള ചെറിയ പുല്ലുകൾ, സൈഡിലെ പുല്ലുകളൊക്കെ പറിച്ച് ബാക്കും 2 സൈഡും ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. മുറ്റൊക്കെ അടിച്ച് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം വിൻചേട്ടനെ വിളിച്ചു. വിൻചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വള്ളിച്ചെടി പറിക്കുമ്പോൾ വിളിക്കാം, കാരണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പറിക്കാൻ പറ്റിയില്ല. നല്ല പണിയാണ്, ഭയങ്കര ബലമാണ് അത് വലിച്ച് പൊട്ടിക്കാൻ. പിന്നെ അപ്പുറത്ത് പണി നടക്കണമുണ്ട്. അപ്പോൾ അവിടെ കല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ, അവിടെ പാമ്പും അങ്ങനെ ഇടയ്ക്ക് ചേരേനൊക്കെ കാണാം അവിടെ. അപ്പം എനിക്കൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞങ്ങളിത് ഇങ്ങനെ പറിക്കണം വെച്ചിങ്ങനെ നീണ്ടു പോകണു കേട്ടോ. ഇനിയിപ്പോൾ വിഷു ആയില്ലേ, വിഷുവിന് നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പം അതിന് മുന്നേ എന്തായാലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വിൻചേട്ടൻ പറഞ്ഞു നമുക്ക് ഞായറാഴ്ച രാവിലെ നേരത്തെ നീച്ചിട്ട് വെയിൽ വരണേക്കാൻ മുന്നേ അവിടെയൊക്കെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വേഗം മുറ്റത്തെ ഈ ഒരു ഏരിയ, ഈ മുറ്റം വരെയുള്ള ഭാഗം മൊത്തം ഞാൻ ക്ലീൻ ആക്കി ഇടാൻ വിചാരിച്ചു. അപ്പോൾ വള്ളിച്ചെടിയും അതൊക്കെ വിൻചേട്ടൻ ക്ലീൻ ആക്കുക. പിന്നെ നമ്മുടെ വഴിയല്ലോ ഒന്ന് അടിക്കണ്ടോ. അപ്പോൾ വിൻചേട്ടൻ അവിടെ ഇങ്ങനെ വള്ളിച്ചെടി പൊട്ടിച്ചുകൊണ്ട് ഒക്കെ പൊട്ടിച്ച് നിലത്തേക്ക് ഇടുന്നുണ്ട് വേലിയുമെന്ന്. ഞാൻ അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് ഭാഗം കൂടി അടിച്ചിട്ടു. ബാക്ക് സൈഡൊക്കെ വലിയ ശല്യമില്ലേ നമുക്ക്, ഇങ്ങനത്തെ വള്ളിച്ചെടിയോ അങ്ങനെയൊന്നും ഇല്ല. ചെറിയ പുല്ല് വന്നു. പിന്നെ കരടുകൾ അപ്പുറത്തുനിന്ന് തേക്കിൻ്റെ ഇലയൊക്കെ വീണിട്ടുള്ള കരടുണ്ടെങ്കിൽ അതൊക്കെ മുറ്റടിക്കുണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഫ്രണ്ട് ഭാഗം നല്ല പണിയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. ഒന്നാമത് മെറ്റലൊക്കെ അതേ പോയിട്ട് ഇതാണ് അവസ്ഥ. നമുക്ക് ഫുള്ള് മെറ്റലൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ കഴിഞ്ഞ ഈ സമയത്ത്, വീട് പണി കഴിഞ്ഞ സമയത്ത്. പക്ഷെ മഴയൊക്കെ പെയ്തിട്ട് കുറേ മണ്ണിനടിയിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ച് വെള്ളം വന്നിട്ട് ആ സൈഡിക്കൊന്നും മെറ്റലില്ല, ആകെ വൃത്തികേടാണ്. അപ്പോൾ മെറ്റലിന് ഇടണം പതുക്കെ. മെറ്റലിടല്ല, നമുക്ക് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട്. നമുക്കറിയാലോ മുറ്റത്തിൻ്റെ അവസ്ഥ, കോലം കണ്ടാൽ തന്നെ അറിയാണ്ടല്ലോ. അപ്പോൾ മുറ്റമൊക്കെ നല്ല ഭംഗിയിൽ മതിലൊക്കെ കെട്ടി കട്ട വിരിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് ചെയ്യണം എന്ന് തന്നെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ചെയ്യും, ഞാൻ പറഞ്ഞോണ്ടല്ലോ, നമുക്ക് കയ്യിൽ കുറച്ച് ഫണ്ടൊക്കെ ആയിട്ടുള്ള അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ ചെയ്യും കേട്ടോ. അത് എല്ലാവരും അത് നമ്മൾ എന്ത് വീഡിയോ ഇടുമ്പോഴും എപ്പോഴും വന്ന് പറയും, ചേച്ചി മുറ്റത്ത് കട്ട വിരിക്കും, മുറ്റത്ത് അത് ചെയ്യും, മതിൽ കെട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു സമയം ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ട് നമുക്ക് അതുവരെ ഇതിങ്ങനെ വൃത്തികേടായിട്ട് ഇടാനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മുറ്റൊന്ന് വൃത്തിയാക്കിയിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിൻചേട്ടൻ പറഞ്ഞു ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല കേട്ടോ, ഒന്നും വെച്ചിട്ടില്ല കണ്ടോ. അടുക്കള ഇങ്ങനെ കാലിയായിട്ടാണ് കിടക്കണത്. എൻ്റെ വഴിക്ക് തന്നെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുക ചെയ്ത്. തേജപ്പം എനിക്കിനൊക്കെ മുന്നേ മൊത്തം തീർക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നാലെ വെയിലത്ത് വന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാണ് ശരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ വിൻചേട്ടൻ പറഞ്ഞു കുറച്ച് ചായ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ നമുക്ക്, അല്ലെങ്കിൽ വയറ് കാളില്ലേ. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു, വെറുതെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് എനിക്ക് കുറച്ച് മധുരം ഇട്ടു. വിൻചേട്ടന് പിന്നെ മധുരം ഒട്ടും കഴിക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരമല്ല, വേഗം അത് കുടിച്ചിട്ട് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ അയ്യോ നല്ല വെയിൽ, എന്താ പറയുക, അമ്മാതിരി വെയിലാണ്, സഹിക്കാൻ പറ്റില്ല വെയിൽ. അതും നല്ല നമുക്കത് കറക്റ്റ് ഫ്രണ്ടിക്കാ വെയിൽ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ആ വെയിൽ ശരിക്കും പറഞ്ഞാൽ. നല്ല ചൂടാണ്, നമ്മുടെ ടൈലൊക്കെ ഇങ്ങനെ പൊള്ളും അവിടെ പോയിരുന്ന. പിന്നെ അതേ വിൻചേട്ടൻ പറഞ്ഞു ഞാൻ മിറ്റടിച്ചിട്ടൂല്ലോ, അപ്പോൾ വള്ളിച്ചെടിയൊക്കെ കുറേ ഉണ്ട് പറിക്കാൻ. ഞാൻ പറിക്കാം, ഈ അവിടെ അങ്ങനെ നിൽക്കണ്ട, നേരം വേഗം അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്തോന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം അടിച്ചൊരു തുടക്കിൽ ഞാൻ അവിടെ വേഗം ചെയ്യാം, അപ്പോഴേക്കും അത് പറിച്ചിടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഡെയിലി ഉള്ള അടി തൊട ആ കാര്യങ്ങൾ ഒക്കെ ചെയ്യാട്ടോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിൻചേട്ടനെ നോക്കൂട്ടെ എന്താ ചെയ്യണത്, എവിടെ എത്തി എന്നൊക്കെ നോക്കുമ്പോൾ ഓരോന്ന് പറിച്ച് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വിൻചേട്ടൻ്റെ കമ്പനിക്ക് ഇത് അപ്പുറത്ത് പണിക്കാരുണ്ട് കേട്ടോ, അപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരുണ്ട്, അവരോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നേരം വിൻചേട്ടനും പോവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടേ ഞാനൊന്ന് പറയുന്നുണ്ട്, അവരുടെ അടുത്തൊന്നും നിന്ന് തള്ളല്ലേട്ടോ, ഉമ്മാതിരി തള്ളിയിട്ട് ആ വേലി അപ്പുറത്തേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് കളിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ടും. അപ്പം ഞാൻ വേഗം തുടക്കലും കൂടി കേട്ടോ. അപ്പോൾ തുടയും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുറ്റും കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ അങ്ങോട്ട് വിൻചേട്ടനും ഹെൽപ്പ് ചെയ്യൂലോ ഇപ്പോൾ. അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ ഇതേ തുടയ്ക്കുന്നുണ്ട്. പിന്നെയുള്ള ചോദ്യമാണ് കേട്ടോ, ക്ലീനിങ് വീഡിയോ കണ്ടില്ലല്ലോ, വിഷു ആയിട്ട് ക്ലീനിങ് വീഡിയോ എന്താ ഇറക്കാഞ്ഞ് കുറേ പേര് വെയിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരുന്നുണ്ട്. ക്ലീനിങ് വീഡിയോ ഞാൻ എടുക്കാഞ്ഞതാണ്, കാരണം തേജു
ഉള്ളതുകൊണ്ട് വീഡിയോ എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, സൈഡിൽ കൂടെ ഓരോ ദിവസം അന്നത്തെ റൂം ക്ലീൻ ആക്കിയത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ വിൻഷേട്ടൻ നിന്ന് മുറ്റടിക്കാനടപ്പേക്ക് പാവം തോന്നി കേട്ടോ. അപ്പം ഞാൻ വേഗം തുടക്കണോടത്തുനിന്ന് വേഗം ചെന്നിട്ട് ഞാൻ മുറ്റടിക്കാം, ഇതൊക്കെ വള്ളിയൊക്കെ വലിച്ചിട്ടില്ലേ, അപ്പോൾ അത് കോരിക്കൊണ്ട് കളഞ്ഞാൽ മതി, ഞാൻ കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മുറ്റടിക്കുന്നുണ്ട്. ഭയങ്കര വൃത്തികേടല്ലേ നമ്മുടെ മുറ്റം കിടക്കണ കോലം നോക്കിയാൽ, മഴ അങ്ങനെ തന്നെയാണ്. ഇനി സെറ്റാക്കണം മുറ്റമൊക്കെ. ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ആ പ്ലാനിൽ ചെയ്യാനാണ് ഞങ്ങളുടെ മൈൻഡിൽ. നമുക്കിങ്ങനെ ഫ്രണ്ട് എന്തായാലും നമുക്ക് ആകെ ഇത് ഇവിടെ തന്നെ ഉള്ളൂ എന്ന് സെറ്റാക്കാൻ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഉള്ളത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫണ്ടൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തായാലും പറ്റില്ല. അതാണ് നമ്മളിങ്ങനെ ഇട്ടിരിക്കണത്. അതുപോലെ ഗേറ്റൊന്നും ഇങ്ങനെയല്ല, ഞങ്ങൾ ഗേറ്റും ഇനി ഒരുപാട് പണികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഗേറ്റിന് വേണ്ടിയിട്ട് ഗേറ്റ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഗേറ്റ് ഇട്ടേക്കാണ്. അതുമ്പോൾ പണിയുണ്ട് ഒരുപാട്. അപ്പോൾ അതൊക്കെ പതുക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്, മുറ്റമൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം, അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ 100 അടി കഴിയും ഞങ്ങൾ തമ്മിൽ. ഞാനും മിൻഷേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും 100 അടി കഴിയും. കാരണം എനിക്കാണെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും കിടി ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ചെയ്യും. മിൻഷേട്ടാണെങ്കിൽ അത് തീരെ ഇഷ്ടമില്ല. ഈ ഒന്ന് മിണ്ടാണ്ട് ഇത് പണിയെടുക്കുക, വായടച്ച് നിൽക്കുക, ഇതൊക്കെ നാട് എന്നോട് നിന്ന് പറയണത് കേട്ടോ. അപ്പുറത്ത് പണിക്കാരുണ്ട്, നീ ഒന്ന് മിണ്ടാണ്ട് ഇത് എനിക്കങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യും. അതാണ് വിൻചേട്ടൻ എന്നിട്ട് അവിടെ പോയി ഈ ആയി അവിടെ നിന്ന് എന്താച്ചാ പറഞ്ഞു, ഞാൻ ആ റോട്ടിൽ ഇറങ്ങിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്നോടാ പറയുന്നത് ഞങ്ങൾ തല്ലുകൂടാന്നൊക്കെ വിചാരിക്കുന്നു പറഞ്ഞിട്ട് വിൻചേട്ടൻ കുറച്ച് മാറിപ്പോയി നിൽക്കുക എൻ്റെ അടുത്തുനിന്ന്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യണത് കേട്ടോ. പിന്നെ അത് ഞാൻ അങ്ങനെ കൂട്ടിയിട്ട് കൊടുത്തു. അത് വേഗം കോരി കളയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പേടിയുണ്ട്, തേജെങ്ങാനും എനിക്ക് വരുമെന്ന്. വേറെ ഒന്നുമല്ല, അവൻ എനിക്ക് വന്ന് എന്താണെന്ന് വെച്ചാൽ ഈ മൊന്തയിൽ വന്ന് കൈയിട്ട് അവൻ പുല്ല് പറിക്കാൻ നിൽക്കും. ഈ അരണ, ഓന്ത് ഇങ്ങനത്തെ ഓരോ പ്രാണികളൊക്കെ ഉണ്ട്. വല്ലതും കൈമേ കാലുമേ കുത്തിയ പേടിയാണ്. ഒന്നാമത് അവനാണെങ്കിൽ ചെറുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അവൻ എനിക്കിനേക്കാൾ മുന്നേ ഇത് ചെയ്യണത്. പിന്നെ നമ്മുടെ വെയിൽ മച്ചാൻ വരുമ്പോഴേക്കും നമുക്ക് അവിടേക്ക് ഒന്ന് സെറ്റാക്കണമല്ലോ. അങ്ങനെ ഇതേ ഒരു വിധം ചെറിയ രീതിക്ക് ഇതേ ക്ലീനാക്കി എടുത്തു കേട്ടോ. വലിയ കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലേ. ആ വൃത്തികേടുകൾ മാത്രമേ കളയാൻ പറ്റിയിട്ടുള്ളൂ. കാരണം വെയിലും ഇതൊക്കെ കൂടി വരുന്നുണ്ട്. എന്നാലും പറ്റുന്ന രീതിയിൽ പുല്ലൊക്കെ പറിച്ച് നമ്മുടെ ആ സൈഡൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിലെ വേലി ഇങ്ങോട്ടുണ്ടല്ലോ, അവിടെ ഒരു മാവൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വീട് പണിയുടെ സമയത്ത് അവർ ആ മാവ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഫ്രണ്ടിലെ വേലി മാവ് മുറിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ചെരിഞ്ഞുകൊണ്ടാണ് ആ വേലി ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത്. എന്തായാലും അവിടെയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ അത് പോരുമല്ലോ. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. മൊത്തത്തിൽ കിളി പോയിട്ടുണ്ട്. വിൻചേട്ട അപ്പുറത്താട്ടാ. കൈ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുള്ളൂ, എന്നാലും കണ്ട ചളി ഇത് ഉറച്ചിട്ട് പോകണില്ല. ഞാൻ ചിലപ്പോൾ ഡ്രസ്സിലെങ്ങാനും വെച്ച് ഉറച്ചാലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കുളിക്കാൻ പോവാണ് കേട്ടോ. രമണ തേജുവിൻ്റെ ഷൂ കൂടി ഉണ്ട്, തരട്ടെ? തരട്ടെ? ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ രമണൻ ഷൂ പോളിഷ് ചെയ്യാണോ രമണൻ? അപ്പോൾ ഗൈസ് കുളി കഴിഞ്ഞു. ഇനി പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. കിച്ചണിൽ കയറിയിട്ടില്ല, ഒന്നും ഒരു തുള്ളി വെള്ളം പോലും വെച്ചിട്ടില്ല. ചായ വെച്ചത് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ. ഇനി ആദ്യം തൊട്ട് ചായ വെക്കണം, കൂട്ടാൻ വെക്കണം, ഒക്കെ വെക്കണം. 10:45 കേട്ടോ. തേജ് വരെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് പണികളൊക്കെ നടന്നു. വിൻഷാട്ട് ഇവിടെ കുളിക്കാൻ ഫ്ലാക്സ് സീഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാക്സ് സീഡ് കഴിഞ്ഞു. അപ്പോൾ ഇനി കിച്ചണിൽ കയറി പണിയെടുക്കണം. വിൻഷാട്ടാ ചായക്ക് ഇരിക്കട്ടെ. വിൻഷാട്ടൻ പനി ഇട്ടിട്ടില്ല, കൊണ്ട് നാണം. ഗൈസ് ഓടി ഇത്ര പേര് വന്നില്ലേ ബോഡിക്ക്. ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും ആക്കിട്ട് ഓടിട്ടോ. അപ്പൊ എന്നിട്ട് വേടച്ചിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടന്നതാണ് കാണണം. അല്ലാണ്ട് ബോഡിക്ക് അത്ര വിരിവൊന്നുമില്ല. ബാക്ക് കാട്ടപ്പോ നാണല്ലേ? ഒന്നുമില്ല, മൾട്ടി ഫാറ്റാണ്. ഫാറ്റ് ഫുള്ള് ഗൈസ് ഫ്ലാക്സ് സീഡ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ചോറിനുള്ള വെള്ളം ഇതെല്ലാം വെക്കണം. ഇത് മറ്റേ നാട്ടിലെ ആൾക്കാരെ വേഷം കിട്ടില്ല, അതുപോലെ ഉണ്ട് ശരിക്കും.
തേജ് ഉണ്ടെങ്കി ഇപ്പൊ തൊക്കെ ഉരി തന്നിടുന്നു. വലിയ ജിം ട്രെയിനർ അത്രേ. അയ്യോ ഞാൻ പേടിച്ചു. ഞാന് തേജുവിനെ നോക്കാൻ വന്നത് ഇവിടെ കാണാനേ. നോക്കുമ്പോ ഇവിടെ മുക്കിന് വന്ന് നിൽക്കണ ഒരാള്. തേജു അച്ഛൻ തോർത്ത് കൊണ്ടുകൊണ്ട് ഇതാക്കിയാണ് ഓടിച്ചില്ലേ. ഊര് ഊര് ഗൈസ്. ഇനി തേജപ്പന്റെ ഉഴമാണ് ഗൈസ്. എടാ തേജ് വന്നാന്ന് പറഞ്ഞല്ലോ. ഞാൻ മേടിച്ചു അതിനെ കാണാല്ലേ. പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോ മുക്കില് നിക്കണു. അല്ലേക്കണ്ടേ അവൻ ചെട്ടിട്ടുണ്ടേ അല്ലേ തേജുവാ? അത് തളയ്ക്കണു. എന്താ ചേച്ചി നമുക്ക് വീഡിയോ അതിന്റെ തേജുവാ. അമ്മ എത്ര നേരം വീഡിയോ എടുത്ത് നീ വല്ലത് കണ്ടോ? ഉമ്മർത്തേക്ക് നിറക്കി ഞാൻ കാണിച്ചു തരാം. അമ്മ കഷ്ടപ്പെട്ടിട്ട് മുറ്റ റെഡിയാക്കിയത് വൃത്തിയാക്കിയത് കാണിച്ചു തരണോ? നോക്ക് മിറ്റം നിലത്തേക്ക് നോക്ക. ഏതാ പോയില്ലേ? ഹാപ്പിയല്ല തേജു മതിൽ കെട്ടിട്ട്. അത് ഓന്താ അതാ അവിടെ സോറി ഉദ്ദേശിച്ചതാ. വെള്ളം അമ്മ പണിയെടുക്കുമ്പോഴേ വെയ്യാണ്ട് കുടിക്കാത്തതാ. അതാ വരുന്നത്. എന്ത് സ്പീഡിലാ വന്നത്? ഓന്ത് വേറെ വേറെ ഒന്ന് നടക്ക്. ഇനി പല്ലേച്ച് തേജുവിനെ കുളിപ്പിക്കണം. തേജു ഗൈസ് കറക്റ്റ് സമയത്ത്. ഗൈസ് നമ്മൾ പടക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതില് കുറച്ച് പൊടി ഇടണം. നടക്ക് വന്ന അല്ലെങ്കിൽ പൈലുള്ള പൊടി മൊത്തം ഇടും. നിക്ക് ഞാടാ. വളരെ കുറച്ച് മതി. അപ്പൊ ഗൈസ് അങ്ങനെ എല്ലാതും ആയിട്ടുണ്ട് കേട്ടോ. ചായ ആയിട്ടുണ്ട്. ഇനി ചായ കുടിക്കണം. ചോറിനുള്ള വെള്ളം വെച്ചു. ഇതാണ് ഗൈസ് ഫ്ലാക്സ് സീഡ്സ്. ഉണ്ടോ അങ്ങനെ ജെല്ലാവും. ചൂടാറണ ആറട്ടെ. അപ്പൊ ജെല്ലായിക്കോളൂ. ഇളക്കണ്ടാവും. അപ്പൊ ഗൈസ് ഇനി ഇങ്ങനെയുള്ള അല്ലാതെ ചില്ലറ പണികളാണ്. അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അങ്ങനെ വീഡിയോ എടുക്കണം. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അയ്യോ. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ഇനി ഉച്ച കഴിഞ്ഞ വിഷുവിന്റെ ചെറിയൊരു ഷൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. കിച്ചണിൽ കയറുന്ന പണികളൊക്കെ ഉണ്ട്. ടാറ്റ പറ ചേട്ടൊന്ന് പറയേ. അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ ബൈ.